തമിഴ്നാട് രാഷ്ട്രീയത്തിലും സിനിമാ ലോകത്തും ഒരുപോലെ വൻ ചലനങ്ങൾ സൃഷ്ടിച്ച കരൂർ ദുരന്തത്തിൽ അതീവ നിർണായകരമായ ഒരു പ്രഖ്യാപനവുമായി മുഖ്യമന്ത്രി വിജയ് രംഗത്തെത്തിയിരിക്കുന്നു. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 41 പേരുടെ കുടുംബങ്ങൾക്ക് താങ്ങും തണലുമേകാൻ വിജയ് സർക്കാർ ചരിത്രപരമായ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ്. മരണപ്പെട്ടവരുടെ കുടുംബത്തിലെ ഒരാൾക്ക് വീതം സർക്കാർ ജോലി നൽകാനാണ് നിലവിൽ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ച സംഭവമായതിനാൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഈ പുതിയ നീക്കം ഒരു പ്രായശ്ചിത്തമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ തമിഴക രാഷ്ട്രീയത്തിൽ ഉയരുന്നത്. തമിഴ്നാട് കരൂരിലെ നടക്കിയ ദുരന്തത്തിൽ ഇരകളായ കുടുംബങ്ങൾക്ക് വലിയൊരു ആശ്വാസമേകുന്ന സുപ്രധാന തീരുമാനമാണ് മുഖ്യമന്ത്രി വിജയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. സ്വന്തം പാർട്ടിയുടെ രാഷ്ട്രീയ റാലിക്കിടെ ഉണ്ടായ വലിയ ജനബാഹുല്യവും തുടർന്നുണ്ടായ 41 പേരുടെ മരണവും പ്രതിപക്ഷ പാർട്ടിക്കിടയിൽ സർക്കാരിനെതിരെ കടുത്ത ആയുധമാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ സർക്കാർ നേരിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. കേവലം സാമ്പത്തിക സഹായങ്ങളിൽ ഒതുക്കാതെ തകർന്നടിഞ്ഞ കുടുംബങ്ങളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഔദ്യോഗിക പദവി തന്നെ ഉപയോഗിക്കുകയാണ് വിജയ് സർക്കാർ. കരൂർ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആശ്രിതർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുകയാണ് ഇതിലൂടെ സർക്കാർ ചെയ്യുന്നത്. ദുരന്തത്തിൽ ദാരുണമായി മരണപ്പെട്ട 41 പേരുടെയും കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട ഒരാൾക്ക് വീതം സർക്കാർ ജോലി നൽകാൻ വിജയ് സർക്കാർ ഔദ്യോഗികമായി തീരുമാനിച്ചു കഴിഞ്ഞു. പെട്ടെന്നുണ്ടായ വൻ ദുരന്തത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട പ്രതിസന്ധിയിലായ കുടുംബങ്ങൾക്ക് ഭാവിയിലേക്കുള്ള വലിയൊരു താങ്ങും തണലുമായിരിക്കും ഈ സർക്കാർ ജോലി. ഈ പ്രഖ്യാപനം വെറുമൊരു ഔദ്യോഗിക ഉത്തരവിൽ മാത്രം ഒതുങ്ങില്ലെന്നും ഇതിന് പിന്നിൽ തനിക്ക് വലിയൊരു വൈകാരിക താല്പര്യമുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രി ആയ ശേഷമുള്ള വിജയുടെ ഈ ഔദ്യോഗിക കരൂർ സന്ദർശനം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യത്തോടെയാണ് വിലയിരുത്തപ്പെടുന്നത്. ദുരന്തബാധിതരായ കുടുംബങ്ങളെ നേരിട്ട് കണ്ട് ആശ്വസിപ്പിക്കുന്നതിനും അവർക്കുള്ള സർക്കാർ ജോലി ഉറപ്പാക്കുന്നതുമായ ഔദ്യോഗിക രേഖകൾ നൽകുന്നതിനുമായി ഈ മാസം 10-ാം തീയതി മുഖ്യമന്ത്രി വിജയ് കരൂരിൽ നേരിട്ടെത്തും. ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങളെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിനും അവർക്ക് സർക്കാർ തങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉറപ്പാക്കുന്നതിനുമാണ് മുഖ്യമന്ത്രി ഈ യാത്രയിലൂടെ ലക്ഷ്യമിടുന്നത്. തമിഴ്നാടിനെ ആകെ നടുക്കി വൻ ദുരന്തത്തിലെ പശ്ചാത്തലത്തിലേക്ക് നോക്കുമ്പോൾ അത് വലിയ സുരക്ഷാ വീഴ്ചയുടെയും ജനബാഹുല്യത്തിന്റെയും കഥയാണ്. കഴിഞ്ഞ 2025 സെപ്റ്റംബർ 27-നാണ് തമിഴ്നാടിനെ ഞെട്ടിച്ച ദാരുണ സംഭവം അരങ്ങേറുന്നത്. വിജയുടെ ഔദ്യോഗിക രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെയായിരുന്നു ഈ വൻ ദുരന്തം സംഭവിച്ചത്. പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ റാലിയിൽ പങ്കെടുക്കാനായ ലക്ഷക്കണക്കിന് ആരാധകരും ജനങ്ങളുമാണ് അന്ന് ഒത്തുകൂടിയത്. വിജയ് എത്തുന്നതിൽ ഏകദേശം 7 മണിക്കൂറോളം വലിയ വൈകലുണ്ടായി. ഈ ദീർഘമായ കാത്തിരിപ്പ് ജനക്കൂട്ടത്തെ കൂടുതൽ അക്ഷമരാക്കി. മണിക്കൂറുകൾക്ക് ശേഷം ഒടുവിൽ വിജയുടെ വാഹനവ്യൂഹം റാലി നഗറിലേക്ക് എത്തിയതോടെ ജനക്കൂട്ടം നിയന്ത്രണം വിട്ട് ഒന്നിച്ച് മുന്നോട്ട് ഇടിച്ചു കയറാൻ ശ്രമിക്കുകയായിരുന്നു. അതോടെ അനിയന്ത്രിതമായ തിക്കും തിരക്കും ഉണ്ടാവുകയും ഒടുവിൽ 41 പേരുടെ ദാരുണമായ മരണത്തിലേക്ക് കലാശിക്കുകയുമായിരുന്നു. വലിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിൽ സംഘാടകർക്ക് സംഭവിച്ച വീഴ്ചയാണ് ഇത്രയും വലിയൊരു ദുരന്തത്തിന് കാരണമായതെന്ന ആക്ഷേപം അന്ന് വളരെ ശക്തമായിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കാണാൻ വന്ന് ജീവൻ വെടിയേണ്ടി വന്ന കുടുംബങ്ങളുടെ കണ്ണീരൊപ്പാൻ വിജയ് സർക്കാർ പ്രഖ്യാപിച്ച ഈ സർക്കാർ ജോലി വലിയൊരു ആശ്വാസമാണെങ്കിലും തിരഞ്ഞെടുപ്പ് റാലിയിൽ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചും വലിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിലുണ്ടായ പരാജയത്തെക്കുറിച്ചും രാഷ്ട്രീയ വിമർശനങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. മുഖ്യമന്ത്രി വിജയുടെ ഈ കരൂർ സന്ദർശനവും ജോലി നൽകാനുള്ള തീരുമാനവും തമിഴ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.